സ്റ്റുഡൻസ്, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് 8086 മൈക്രോ പ്രൊസസ്സർ ആയിരുന്നു. അതിൽ നമ്മൾ 8086 മൈക്രോ പ്രൊസസ്സറിൻ്റെ ആർക്കിടെക്ചറൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിൻ ഡയഗ്രാം, ആർക്കിടെക്ചർ, ഹാർഡ്വെയർ ആർക്കിടെക്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞത്. അത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8086 ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാലാണ്. An instruction is a binary pattern designed inside a microprocessor to perform a specific function. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി പാറ്റേൺ ആണ്. ഈ ബൈനറി പാറ്റേൺ എന്ന് പറയുന്നത് നമുക്കൊരു സ്പെസിഫിക് ഫങ്ഷൻസ് മൈക്രോ പ്രൊസസ്സറിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാറ്റേൺ രൂപത്തിലാണ് ആ ഒരു ടാസ്കിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി പാറ്റേൺ ആണ്. എന്ത് ഫങ്ഷനാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബൈനറി പാറ്റേണിനെയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ്റെ ഒക്കെ ഗ്രൂപ്പിനെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. The entire group of instructions that a microprocessor supports, മൈക്രോപ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഇൻസ്ട്രക്ഷൻ്റെ എൻ്റെ ഗ്രൂപ്പിനെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. 8086 മോർ ദാൻ 20,000 ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. Instructions that are used to transfer data or address into registers, memory locations and IO ports. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാറ്റയോ അല്ലെങ്കിൽ അഡ്രസ്സിനെയോ രജിസ്റ്റേഴ്സിലേക്കോ മെമ്മറി ലൊക്കേഷൻസിലേക്കോ അല്ലെങ്കിൽ IO പോർട്സിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഫങ്ഷനാണ്. എന്താണ് ആ മൈക്രോ പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ പെർഫോം ചെയ്യേണ്ടത് എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഡാറ്റ ഓർ അഡ്രസ് ഇൻടു രജിസ്റ്റേഴ്സ്, മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് IO പോർട്സ്. മെമ്മറി ലൊക്കേഷൻസിലേക്കോ രജിസ്റ്റേഴ്സിലേക്കോ അല്ലെങ്കിൽ IO പോർട്സിലേക്കൊക്കെ നമുക്ക് ഡാറ്റയോ അല്ലെങ്കിൽ അഡ്രസ്സിനെയോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളതിനെ യൂസ് ചെയ്യുക. ജനറലി 2 ഓപ്പറൻസ് ആണ് ഒരു ഇൻസ്ട്രക്ഷൻസിൽ ഉണ്ടാവുക. ഒരു സോഴ്സ് ഓപ്പറൻറ്റും ഉണ്ടാകും, ഒരു ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റും ഉണ്ടാകും. 2 ഓപ്പറൻസ് ആണ് ഒരു ഇൻസ്ട്രക്ഷനിൽ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക, സോഴ്സ് ഓപ്പറൻറ്റ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ്. സോഴ്സ് ഓപ്പറൻറ്റിൻ്റെയും ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റിൻ്റെയും സൈസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, രജിസ്റ്റർ ഓർ എ മെമ്മറി ലൊക്കേഷൻ ഓർ എൻ ഇമ്മീഡിയറ്റ് ഡാറ്റ. നമ്മളുടെ ഓപ്പ് കോഡ് കഴിഞ്ഞ് 2 ഓപ്പറൻ്റാണ് നമുക്കുണ്ടാവുക. അതിൽ സെക്കൻഡ് ഓപ്പറൻ്റാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. എവിടെ നിന്നാണോ നമ്മൾ ഡാറ്റയെ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ എടുക്കുന്നത് എവിടെ നിന്നാണോ, ഡാറ്റ റീഡ് ചെയ്യുന്നത് എവിടെ നിന്നാണോ അതിനെയാണ് നമ്മൾ സോഴ്സ് ഓപ്പറൻ്റ് എന്ന് പറയുന്നത്. അതൊന്നെങ്കിൽ ഒരു രജിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഡാറ്റ അതായത് നമ്മുടെ ആ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ഡയറക്റ്റ്ലി ഡാറ്റയെ എൻ്റർ ചെയ്തിട്ട് ആ ഡാറ്റയെ ആയിരിക്കാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡെസ്റ്റിനേഷൻ ഓപ്പറൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കാം. എവിടേക്കാണോ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഫോമാറ്റിൽ ഓപ്പ് കോഡ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് വരുന്ന ഓപ്പറൻ്റാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് സോഴ്സ് ഓപ്പറൻ്റിൻ്റെയും ഡെസ്റ്റിനേഷൻ ഓപ്പറൻ്റിൻ്റെയും സൈസ് എന്ന് പറയുന്നത് സെയിം സൈസ് ആയിരിക്കണം.
അതൊന്നെങ്കിൽ ഒരു ബൈറ്റ് ആവാം അല്ലെങ്കിൽ വേർഡ് ആവാം. A 8-bit data can only be moved into 8-bit register or memory, and a 16-bit data can be moved into 16-bit register or memory. ഒരു 8-bit ഡാറ്റയെ നമുക്ക് 8-bit രജിസ്റ്ററിലേക്കോ അല്ലെങ്കിൽ മെമ്മറിയിലേക്കോ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം നമുക്കൊരു 16-bit ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അതൊരു 16-bit രജിസ്റ്ററിലേക്ക് അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 8-bit ഡാറ്റയെ നമുക്കൊരു 16-bit ഡാറ്റയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഡാറ്റയുടെ സൈസ് എത്രയാണോ സെയിം സൈസുള്ള മെമ്മറി അല്ലെങ്കിൽ രജിസ്റ്റർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. 8086 മൈക്രോ പ്രൊസസ്സർ 8 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റിനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ഈ 8 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, സെക്കൻഡ് വൺ അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻ, തേർഡ് വൺ ബ്രാഞ്ച് ഓർ പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, ഷിഫ്റ്റ് ആൻഡ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ്, സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻ, പ്രൊസസ്സർ കൺട്രോൾ ഓർ CPU കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. ഇത്രയും ഇൻസ്ട്രക്ഷൻസിൽ 8 ഇൻസ്ട്രക്ഷൻ ടൈപ്പിൽ ഇമ്പോർട്ടൻ്റ് ഈ മെയിൻ ടൈപ്പിനെയാണ് ഈ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ്. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് നമുക്കൊരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഓപ്പറൻ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കാം, മെമ്മറി ലൊക്കേഷൻ ആയിരിക്കാം, രജിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ IO പോർട്സ് ആയിരിക്കാം. ഇനി ചില കേസസിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിനെ 2 ലൊക്കേഷൻസ് തമ്മിൽ അല്ലെങ്കിൽ 2 ഓപ്പറൻസ് തമ്മിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ഏതൊക്കെ ഡാറ്റ ട്രാൻസ്ഫർ ആണ് നമുക്ക് പെർമിറ്റഡ് ആയിട്ടുള്ളതെന്ന് നോക്കാം. രജിസ്റ്റർ ടു രജിസ്റ്റർ, രജിസ്റ്റർ ടു മെമ്മറി, മെമ്മറി ടു രജിസ്റ്റർ, IO ടു രജിസ്റ്റർ. ഈ പറയുന്ന ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ നമുക്ക് പെർമിറ്റഡ് ആണ്. അതായത് നമുക്ക് രജിസ്റ്ററിന് രജിസ്റ്ററിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, രജിസ്റ്ററിന് മെമ്മറിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, IO നിന്ന് രജിസ്റ്ററിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. എന്നാൽ ചില കേസുകളിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ആ കേസ് എന്നൊക്കെ പറയുന്നത് മെമ്മറിയിൽ നിന്ന് മെമ്മറിയിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു IO നിന്ന് IO പോർട്ടിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. മെമ്മറിയിൽ നിന്ന് IOയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കേസസിലൊക്കെ നമുക്ക് ഈ 2 ഓപ്പറൻറ്റിലെ സെയിം ടൈം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി ഡാറ്റ ട്രാൻസ്ഫറിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ മൊഡ്യൂളിൽ 12 ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത്. മൂവ്, LEA, LDS, XLAT, എക്സ്ചേഞ്ച്, LES, LAHF, SAHF, ഇൻ, ഔട്ട്, പുഷ്, പോപ്പ് ഇങ്ങനെ പറയുന്ന 12 ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൂവ് ഇൻസ്ട്രക്ഷനാണ്. മൂവ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഡാറ്റയെ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലുള്ള സോഴ്സ് ഓപ്പറൻ്റ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആയിരിക്കാം, ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ഓപ്പറൻ്റ് ആയിരിക്കാം. SRC റെപ്രസെൻ്റ് ചെയ്യുന്നത് സോഴ്സിനെയാണ്. ഇനി DES എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ, എവിടേക്കാണോ നമ്മുടെ ഡാറ്റ എത്തുന്നത് അതെന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനും ആയിരിക്കാം. ഈ 2 സോഴ്സ് ആയാലും ഓപ്പറൻ്റ് ആയാലും നമുക്ക് അറ്റ് എ ടൈം അത് മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ കേസിൽ നമുക്ക് പെർമിഷൻ ഇല്ലാത്ത കേസസ് ഉണ്ട്. ആ കേസിൽ വരുന്നതാണ് മെമ്മറി ടു മെമ്മറി, അതായത് ബോത്ത് സോഴ്സ് എന്ന് പറയുന്നതും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതും മെമ്മറി ലൊക്കേഷൻ ആവാൻ പാടില്ല. ഇനി മൂവ് ഇൻസ്ട്രക്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് മൂവ്, ഡെസ്റ്റിനേഷൻ, സോഴ്സ് എന്നതാണ്. ആദ്യം വരുന്നത് മൂവ് എന്ന് പറയുന്ന ഓപ്കോഡ്, ദെൻ ഡെസ്റ്റിനേഷൻ, ദെൻ സോഴ്സ്. എക്സാമ്പിൾ നോക്കാം. മൂവ് CX, 037AH. ഈ 037AH എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ഓപ്പറൻ്റ് ആണ്. അതായത് നമ്മൾ ഡാറ്റയെ ഡയറക്റ്റ്ലി നമ്മളുടെ ഇൻസ്ട്രക്ഷനിലേക്ക് കൊടുത്ത്,
അതിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് നമ്മുടെ അഡ്രസ്സിംഗ് മോഡ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, അതായത് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മീഡിയറ്റ് ഒരു ഡാറ്റ ആയിരിക്കും. അപ്പം ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇമ്മീഡിയറ്റ് ഡാറ്റേനെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഓപ്പറൻറ്റിനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് പോസിബിളാണ്. നമ്മൾ പറഞ്ഞു സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ഓപ്പറൻറ്റും ആവാം. 037AH എന്ന് പറയുന്ന വാല്യൂവിനെ CX എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ സേവ് ചെയ്യും. അതൊരു രജിസ്റ്ററാണ്. ഇമ്മീഡിയറ്റ് ഡാറ്റ ടു രജിസ്റ്റർ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കേസാണ്. അതുകൊണ്ട് നമ്മൾ 037AH എന്ന് പറയുന്ന ഡാറ്റയെ CXലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിൽ മൂവ് AL, BL. BLലെ ഡാറ്റേനെ AL എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. മൂവ് BX, സ്ക്വയർ ബ്രാക്കറ്റിൽ 0301H, അതായത് ഇതൊരു അഡ്രസ്സാണ്. ഈ അഡ്രസ് ലൊക്കേഷനിലുള്ള ഡാറ്റേനെ BX എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു ലൊക്കേഷന് ഒരു ഡെസ്റ്റിനേഷൻ, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ടാണ്. സോഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് പോർഷനിലാണ് എഴുതുക, അതായത് ഓപ്പ് കോഡ് കഴിഞ്ഞ് ഫസ്റ്റ് ഓപ്പറൻറ്റ്, സെക്കൻഡ് ഓപ്പറൻറ്റ് ആയിട്ടാണ് നമ്മൾ സോഴ്സിനെ യൂസ് ചെയ്യാറ്. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് LEA, ലോഡ് എഫക്റ്റീവ് അഡ്രസ്സ്. ഇറ്റ് ലോഡ് എ 16-bit രജിസ്റ്റർ വിത്ത് ദ ഓഫ്സെറ്റ് അഡ്രസ് ഓഫ് ദ ഡാറ്റ സ്പെസിഫൈഡ് ബൈ ദ SRC. സോഴ്സ് സ്പെസിഫൈഡ് ചെയ്തിട്ടുള്ള ഡാറ്റയുടെ ഓഫ്സെറ്റ് അഡ്രസ്സിനെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഡ് ചെയ്യുന്നത്. ഇറ്റ് ലോഡ് എ 16-bit രജിസ്റ്റർ വിത്ത് ഓഫ്സെറ്റ് അഡ്രസ് ഓഫ് ദി ഡാറ്റ. DI എന്ന് പറയുന്ന സോഴ്സ് ഓപ്പറൻറ്റിൽ, നമ്മുടെ സോഴ്സ് ഓപ്പറൻറ്റിൽ നമുക്ക് DI എന്ന് പറയുന്ന ഒരു രജിസ്റ്ററാണ്, 16-bit രജിസ്റ്ററാണുള്ളത്. ആ രജിസ്റ്ററിൻ്റെ അഡ്രസ്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിലുള്ള ഡാറ്റയെ നമ്മൾ BX എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. ദിസ് ഇൻസ്ട്രക്ഷൻ ലോഡ്സ് ദ കണ്ടൻറ്റ് ഓഫ് DI. DIയിലെ കണ്ടൻറ്റിനെ, അതായത് ഓഫ്സെറ്റിനെ BX എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് LEA എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് LDS ആണ്. ഇറ്റ് ലോഡ്സ് എ 32-bit പോയിൻ്റ് ഓഫ് എ മെമ്മറി സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആൻഡ് DS. ഇതെന്ന് പറയുന്നത് 32-bit പോയിൻ്ററിനെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലെത്തുന്ന ഓഫ്സെറ്റിനെ, ദ ഓഫ്സെറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആൻഡ് ദ സെഗ്മെൻറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ DS. ഡാറ്റ സെഗ്മെൻറ്റിലേക്ക് അതിനെ പ്ലേസ് ചെയ്യും. ഓഫ്സെറ്റ് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലെത്തുന്ന ഈ ഓഫ്സെറ്റിനെ നമ്മൾ ഡാറ്റ സെഗ്മെൻറ്റിലേക്കും കൂടി നമ്മൾ പ്ലേസ് ചെയ്യുന്നു. സിൻടാക്സ് എന്ന് പറയുന്നത് LDS രജിസ്റ്റർ മെമ്മറി എന്നാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ സിൻടാക്സ് വരുന്നത്. ടു യൂസ് ദിസ് ഇൻസ്ട്രക്ഷൻ ദ വേർഡ് അറ്റ് ദ ലോവർ മെമ്മറി അഡ്രസ് മസ്റ്റ് കണ്ടെയ്ൻ ദ ഓഫ്സെറ്റ് ആൻഡ് ദ വേർഡ് അറ്റ് ദ ഹയർ അഡ്രസ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോവർ മെമ്മറി അഡ്രസ്സ് ഓഫ്സെറ്റിനെ മസ്റ്റായിട്ട് അതൊരു ഓഫ്സെറ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് LDS BX, 0301H. സോഴ്സ് മെമ്മറി, ഈ ഒരു അഡ്രസ്സിലുള്ള വാല്യൂവിനെ ലോഡ് BX എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ആ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലുള്ള വാല്യൂ DSലേക്കും ലോഡ് ചെയ്യുന്നു.